പ്രിയപ്പെട്ടവരെ, ഇരുമ്പിനും തുരുമ്പിനും ഉറുമ്പിനുമൊക്കെ ഇടമുണ്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ. ഇന്ന് നമുക്ക് ഖുർആനിൽ ഇടം പിടിച്ച ഇരുമ്പിന്റെ ഈരടികളിലൂടെ സഞ്ചരിക്കാം. കൗതുകങ്ങളുടെ കലവറ തുറക്കാനുള്ള താക്കോലാണ് ഖുർആനിലെ ഇരുമ്പ് എന്ന അധ്യായം, സൂറത്തുൽ ഹദീദ്. അത്ഭുതങ്ങൾ ഇതാ, നിങ്ങൾ എണ്ണിക്കോളൂ. ആദ്യം ആ വചനം നമുക്ക് കേൾക്കാം. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس. ഖുർആനിലാകെ എത്ര അധ്യായങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? അത് തന്നെ 114. 114ന്റെ പകുതി എത്രയാണ്? അതെന്ത് ചിന്തിക്കാൻ, 57. അതെ, ഖുർആനിലെ 57ാം അധ്യായമാണ് സൂറത്തുൽ ഹദീദ്. ഒത്ത നടുവിലാണ് ഖുർആനിൽ ഇരുമ്പിരിക്കുന്നത്. ഇനി ജിയോഗ്രഫി നോക്കൂ. 13,000 കിലോമീറ്റർ വ്യാസമുള്ള ഭൂമിയുടെ ഒത്ത നടു അഥവാ സെന്റർ കോർ ഇരുമ്പ് വലയങ്ങളാണ്. സംഖ്യാശാസ്ത്രപരമായി ഖുർആനിന്റെ കേന്ദ്രവും ഭൂമിയുടെ കേന്ദ്രവും ഇരുമ്പ്. അതൊക്കെ യാദൃശ്ചികമായി എവിടെയും വരാം എന്നാണോ? എന്നാൽ അടുത്തത് നോക്കൂ. ഖുർആനിലെ 1-ാം അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയിലെ ബിസ്മി മുതൽ എണ്ണിത്തുടങ്ങിയാൽ കൃത്യം 5100ാമത്തെ വചനത്തിലാണ് ഇരുമ്പ് എന്ന പദം വരുന്നത്. ഇത് ഖുർആനിലെ 5100ാമത്തെ വചനമാണ്. അത്ഭുതം എന്താണെന്നോ? ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 5100 കിലോമീറ്റർ താഴെ മുതലാണ് ഖര ഇരുമ്പിന്റെ സാന്നിധ്യം ആരംഭിക്കുന്നത്. അതും യാദൃശ്ചികമാണെന്നാണോ? എങ്കിൽ അടുത്തതും നോക്കാം. ഖുർആനിലെ 5100ാം വചനം എന്നതുപോലെ സൂറത്തുൽ ഹദീദിലെ 26ാമത്തെ വചനമാണത്. ഇരുമ്പിന്റെ ആറ്റോമിക് സംഖ്യ എത്രയാണ്? ഓർമ്മയുണ്ടോ പണ്ട് കെമിസ്ട്രിയിൽ പഠിച്ചത്? 26. അതായത് ഇരുമ്പിന്റെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് 26. ഇതെല്ലാം യാദൃശ്ചികമെന്ന് പറയാൻ തലയിൽ മിന്നാമിനുങ്ങിന്റെ വെട്ടമെങ്കിലും ഉള്ളൊരാൾക്ക് പറ്റില്ലെന്നേ. സുബ്ഹാനല്ലാഹ്, ഇരുമ്പിന്റെ ബലവും ഖുർആനിന്റെ ശക്തിയും എന്തൊരത്ഭുതം!